എൻ്റെ പൊന്നു കുഴപ്പമില്ല കേട്ടോ. ബ്ലൂ ഷെയ്ഡ് കയറിയതാണ് പറഞ്ഞില്ലേ. 4 കിലോമീറ്റർ വന്നിട്ട് കയറിക്കണ ഹെവി സൈസ് ചെറുമീനുണ്ട് കാണുന്നത്. ഹായ് ഗൈസ്, ആംഗ്ലർ പ്രണവ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ സീച്ചറിനും കൂടി ഉച്ച ടൈം ഉണ്ട് കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ്. ഉപയോഗിക്കുന്ന ഫ്രോഗ് ഇതാണ് കേട്ടോ, നമ്മുടെ പെക്സോഡ ഫൈറ്റർ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. 12 to 13 ഗ്രാമാണ് അതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് ഇടുന്നത്. സൈസ് കൊടുത്തേക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഒരു എൽ ടൈപ്പ് സ്പിന്നറാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല നോയ്സ് ഉണ്ട്. പിന്നെ നല്ല ലോങ് കാസ്റ്റ് ഉണ്ട്. ആ ഒരു ഡിസൈനിലാണ് ഈ ഫ്രോഗ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ അതുപോലെ ടീഷർട്ട് ഉണ്ടോ, നമ്മുടെ പെക്സോഡ് ടീഷർട്ടാണ്. യു വി പ്രൊട്ടക്ഷൻ ആണ് ടീഷർട്ട്. നല്ല പ്രിൻറ്റും കാര്യങ്ങളും ഉണ്ടോന്നാണ്. ബാക്ക് സൈഡിലാണെങ്കിൽ നല്ല പ്രിൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള ഷോപ്പുകളിൽ അവൈലബിൾ ആണോ നോക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പെക്സോഡ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഫോണിലേക്ക് കാസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ പെക്സോഡ ഫ്രോഗുകൾ വേറെ ഇരിക്കുന്നുണ്ട്, അതും കാസ്റ്റ് ചെയ്യണതാണ്. പിന്നെ സ്കിപ്പ് ചെയ്യാനായിട്ട് സീമാൻ്റെ ബില്ലി കോട്ട് ഇരിക്കുന്നുണ്ട്, അതും യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പോയി നോക്കട്ടെ. കാസ്റ്റ് ചെയ്തിട്ട് മീനടിക്കാൻ നല്ലൊരു വീഡിയോ നിങ്ങളോട്ട് എത്തിക്കാം. അപ്പോൾ നമ്മൾ പോണ വഴി കണ്ടൊരു കാഴ്ച ഉണ്ടോ, നല്ലൊരു പലക്കം വെള്ളി മൂങ്ങ വീക്കണോക്ക് പോകും. ഇരുത്താനുള്ളത് കാക്ക ഇരുത്താനുള്ളത് അതിൻ്റെ അകത്ത് കയറിയിരിക്കണം. എൻ്റെ പൊന്നു ബാക്കോ കാട്ടിക്കറില്ല പാമ്പടിക്കും. നല്ല പിടുത്തം. പെക്സോഡ ഫൈറ്ററിൽ മീനടിച്ചിട്ടുണ്ട്, ചെറുമീനാണ്. ബാക്കോ അണ്ണാക്കിലാണ് കയറിയേക്കണത്. ചാടി കളിക്കണത് കുതിരയുടെ കുഞ്ഞാണ്. ഇത് മീൻ തന്നെ അല്ലേ. അല്ല ഞാൻ വിചാരിച്ചേ ഞാൻ കണ്ടില്ല, ഞാൻ വെറുതെ എറിഞ്ഞു നോക്കിയാണ്. കാരണം അത്ര അനക്കം കിട്ടിയാണല്ലോ. ഇത്രണ്ടോ കൊള്ളാം. നന്നാക്കിയത് കുഴപ്പമില്ല. അപ്പോൾ കേസ് ചെറുമീനാണ് അടിച്ചേക്കണത്. പെക്സോഡ ഫ്രോഗാണ് ഇരിക്കണുണ്ടോ, അകത്തിരിക്കണുണ്ടോ ഫൈറ്റർ. കൊള്ളാം ഐറ്റം. ഫസ്റ്റ് മീനാണ്. ഇനി ഇവനെ എടുക്കാനായിട്ടാണ് കൊല്ല. എൻ്റെ പൊന്നോ, ചേർന്ന് ഗൈസ് മീനടിച്ച് വറക്കാനെടുക്ക. ബാറ്റിൽ ചാവല്ലേ, ബാറ്റിൽ ചാവല്ലേ
ഇത്ര ദൂരം വന്നിട്ട് കയറിയേക്കണ വലിയ മീനാ. വലിയ മീനൊന്നും കാണിച്ചേട്ടാ. എത്ര ഉണ്ട്? ഒരു 10 കിലോ ഉണ്ടാവില്ലേ? എത്ര കിലോമീറ്റർ ഉണ്ടോ? 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ വന്നിട്ട് കയറിയേക്കണ ഹെവി സൈസ് ചെറുമീനുണ്ട് കാണുന്നത്. ഇതിനടിക്കാൻ വേണ്ടിയാണ് 4 കിലോമീറ്റർ ഇവിടം വരെ വന്നത്. ആ പൊളിച്ച് 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 അമ്പോ മണല് ഇരിപ്പിക്കില്ല, കേറുന്നത്. അടി ഗ്രൗണ്ട് എത്തിയത് നല്ല പിടുത്തോളാ. കുത്തനാളല്ല. മതി മതി ഓടിയത് കയറുവാ. നാഗവല്ലി കയറിയ സ്ഥിതിക്ക് കാർന്നൂര് ഇവിടെ തന്നെ ഉണ്ടാവില്ല. അതേ ഇരിക്കണം കാർന്നൂര്. പോലെ പോലെ തര തര. ആ കുഴപ്പമില്ല കേട്ടാ. ബ്ലൂ ഷെയ്ഡ് കയറിയതാണ്. ഡോട്ടാണ്. എടാ മതി, നീ കിടന്ന റിസ്ക് എടുത്ത് ഇങ്ങനെ ആയിരുന്നു ഓർമ്മയുണ്ട്. അതെങ്ങനെ കയറിപ്പോയി. വാ 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 തുറക്ക മോനെ. കുരിപ്പ് വാ തുറക്കണമല്ലോ. പൊക്കാൻ പരിപാടിയൊന്നുമില്ല. വാ തുറക്കണം കേട്ടാ. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള മീനാണല്ലോ ഏട്ടാ. ആ കയ്യിരിപ്പ് പറഞ്ഞാൽ രണ്ട് നടുവിൽ തന്നെ ഹീറോ കൊടുക്കുന്നു. അപ്പം അടിച്ചേക്കണ സീജറിന് അടിച്ചേക്കാണ് ഫ്ലിപ്പ്. നോട്ടിക്കട അല്ലേ ഇത്? നോട്ടിക്കട ഫ്ലിപ്പിൽ അടിച്ചേക്കണ വാഹയാണ് കേട്ടാ. ആ ബ്ലഡ് അല്ല കേട്ടോ, ഞാൻ തിന്ന പണ്ണിൻ്റെ വിട്ട സാധനം. പെട്ടെന്ന് ഇത് മറ്റേ കണ്ണിൽ നിന്ന് എന്ത് ഉരുപ്പ് പോയത് വേണ്ട. സീജറിന് അടിച്ച മീനാണ്, വാഹയാണ്. അതിൻ്റെ അകത്തുനിന്നുണ്ടെങ്കിൽ അടിക്കാതിരിക്കില്ല. പറഞ്ഞില്ലേ പുല്ലിൻ്റെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട്. അടിപൊളി. നല്ല കൊടുക്കും. ക്യാപ്പർലാൻ്റെ ലൂറിലടിച്ചിട്ടുണ്ട് കൈസ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. റോഡ് റോഡ് അയ്യോ എന്ത് കീറി കീറി ഒരു ഊറടിച്ച് പൊട്ടിച്ചാളല്ല. അപ്പൊ ക്യാപ്പറാൻ്റെ ലൂറിൽ മീൻ അടിച്ചത്. ലൂറിനെ കോലം നോക്കി. ക്യാപ്പറാൻ്റെ ലൂറിൽ അടിച്ചാൽ ലൂറിൻ്റെ ബാക്കിലത്തെ ഹുക്കൊക്കെ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതായത് അടിയെന്ന് പറഞ്ഞാൽ കലക്കം കീറായിരുന്നു. പക്ഷെ ഇത് നോക്കി, ബാക്ക് സൈഡിലെ ലൂറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഹുക്കുണ്ട്. ഹുക്കില്ല, ഹുക്കിൻ്റെ അവൻ്റെ ഇതുവരെ അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. എൻ്റെ പൊന്നു.
കുല്ലിയുടെ അകത്തിടാൻ. ഗൈസ് അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ക്യാപ്പർലാൻഡ് ലൂറാണ് കാണുന്നത്. ഈ ലൂറിൻ്റെ അവസ്ഥ കണ്ട, ഒരു ഹുക്കുള്ളൂ, ബാഗിൻ്റെ ഹുക്കിൻ്റെ അടിച്ച് നശിപ്പിച്ച് ടങ്ങേറായി കളഞ്ഞുള്ളൂ. അതേ ഇല്ല, ഹുക്കേ ഇല്ല. നമുക്ക് ചേർന്നായിരുന്നു. വാഗ വാഗ ഞാനത് ഫ്ലിപ്പ് പോയി ഇല്ല. കയറി പെക്സോട സ്കിപ്പറിൽ മീനടിച്ചിട്ടുണ്ട്. എവിടെയോ ഉടക്കിട്ടാ. പോന്നു മീൻ കിടന്ന് കാണിക്കണില്ല. അപ്പോൾ പെക്സോട സ്കിപ്പറാണ് കാണണം. രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. നോക്കാം, ആദ്യം അടിച്ചത് ഇത് ബാക്കിൽ ഈ സൈസാണ്. നമ്മൾ നേരത്തെ ക്യാപ്പർലാൻഡിൽ ലൂറിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ഉണ്ട്. അതായത് കറക്റ്റായിട്ട് കയറിയിട്ട് വെക്കും. ചെറുമീൻ ഗൈസ്. പെക്സോട ബാറ്റിൽ ജാവയിൽ റിസ്കി ഹുക്കാണല്ലോ. പോയി അതങ്ങനെ പോയി കേസ്. ഭാഗ്യെടുപ്പ് വെക്കണുണ്ടോ, തുമ്പത്തായിരുന്നു ഹുക്കിരുന്നത്, അങ്ങനെ കയറിപ്പോയി. നിങ്ങൾ പറഞ്ഞ സൈസ് ചേരാൻ ഗൈസ്. അപ്പോൾ ചെറുമീൻ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. 2 കിലോ റേഞ്ചുള്ള ഒരെണ്ണം പോയിട്ട് 1/2 കിലോ റേഞ്ചുള്ള ഒരെണ്ണം കയറി പൊക്കെ. അതെ, നമ്മൾ ഫീച്ചറിൻ്റെ കയ്യിൽ ഇരിക്കണുണ്ടോ, പെക്സോടെ ബാറ്റിൽ ജാവയിൽ കയറിയേക്കാണ്. റിമൂവ് ചെയ്തിട്ട് ചാക്കി കയറ്റി കൊച്ചിന് കൊടുക്കാനുള്ളതല്ലോ പറഞ്ഞ. ഇപ്പം എങ്ങനെയുണ്ടേ. അപ്പം ഇത് ഷുട്ടൂന് കൊടുക്കാം. ഷുട്ടൂന് കൊടുക്കണം.
പോയി. മടല് ഇവിടെ നമ്മുടെ തമിഴ്നാട് ഭാഗത്തൊക്കെ ഉണ്ട്. എന്താ പാലാനോ? പാലാൻ അടി പിടിച്ച് പുറം കൊടുക്കൂടെ ചേർന്ന കലക്കം കയറി. പോയിട്ടില്ല. ബുക്കായില്ലേ അപ്പോൾ ഇത്? ഇല്ല. അയ്യോ കൊടു. രണ്ടാമത്തെ ചെറുമീൻ. ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ ചെറുമീൻ അടിച്ചിട്ടുണ്ട്. നോട്ടിക്കയുടെ ഫ്ലിപ്പിലാണ് അടിച്ചത്. ലൂർ ബോക്സൊക്കെ അടിച്ച് പൊളിക്കും. ലീഡർ സീനായി. ലീഡർ ഗൈസ്, അപ്പോൾ നോട്ടിക്കയുടെ ഫ്ലിപ്പിൽ രണ്ടാമത്തെ ചെറുമീൻ. നോട്ടിക്കയുടെ ഫ്ലിപ്പിൽ അടിച്ചാണ് ചെറുമീൻ ഉണ്ടാകുന്നത്. ചാടുവോ? ഇന്ന് പൈപ്പാണ് കേട്ടോ കിടക്കുന്നത്. എൻ്റെ അമ്മോ ഗൈസ്, മീൻ അടിച്ചിട്ടുണ്ട് പെക്സോള ഫൈറ്ററിൽ. പെക്സോള ഫൈറ്ററിൽ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ.
ആക്കരുത്. നമ്മുടെ മീനടിച്ചിട്ടുണ്ട് പെക്സോഡ ഫൈറ്റർ എന്ന് പറഞ്ഞ ഫ്രോഗിലാണ്. സൈസ് ഉണ്ട്, സൈസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ നല്ല നീളമുണ്ട് മീൻ. വെട്ടിക്കെട്ട് ഐറ്റം അടുത്തന്നെ കാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും.